മക്കളെ, ജെറൂസലം 3 മിനിറ്റ് പ്രയർ ലൈനിലേക്ക് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒക്കെ അനേക മക്കൾ ഈ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിലൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് നിൻ്റേത്, നമ്മുടേത്. മകളെ, നമ്മുടെ കൊച്ചു ജീവിതമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏതവസ്ഥയിലാണെങ്കിലും എളിമയുള്ളവരെ കർത്താവ് കടാക്ഷിക്കും. ഇന്ന് ഈ തിരുലിഖിതം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന 3 മിനിറ്റ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് കർത്താവിത പറയുന്നു. റോമർ 12:11 തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നമ്മളെല്ലാവരും കർത്താവിനെ ശുശ്രൂഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു ജ്വലനമില്ല, തീയില്ല, കത്തി പടരുന്നില്ല, അനേക മക്കളിലേക്ക് എത്തുന്നില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരുന്നത്? എളിമയില്ലാത്തതുകൊണ്ടാണ്. എളിമയിലായിരിക്കുക, കർത്താവിൻ്റെ കരുണയിലായിരിക്കുക. അവൻ ആത്മാവിൽ കത്തിജ്വലിക്കും. ഇവയില്ലാതെ വന്നാൽ മാലാഖ പിശാചായി മാറാൻ അധികം സമയം വേണ്ടി വരില്ല. ഒരു കാലത്ത് ആത്മാവിൽ ജ്വലിച്ചിരുന്നവർ വിവേകം, വിവേചനം ഇവയ്ക്ക് നഷ്ടപ്പെട്ട് പൈശാചിക കെണിയിൽ പെട്ടുപോകുന്നതിൻ്റെ കാരണം അവരുടെ ആത്മാവ് നിർവീര്യമായതുകൊണ്ടാണ്, ജ്വലിക്കാത്തത് കൊണ്ടാണ്. 5 തരത്തിലുള്ള ജീവിത രീതിയിൽ ജ്വലനം നടക്കണം. 1, വചനാധിഷ്ഠിത ജീവിതം. 2, പ്രാർത്ഥനാധിഷ്ഠിതമായ ജീവിതം. 3, സഭാ അധിഷ്ഠിതമായ ജീവിതം. 4, കുടുംബാധിഷ്ഠിതമായ ജീവിതം. 5, സ്നേഹാധിഷ്ഠിതമായ ജീവിതം. ഈ 5ഉം കൂടി കൂട്ടിച്ചേർത്താൽ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ വ്യക്തികളായി നമ്മൾ മാറും. പ്രിയപ്പെട്ടവരെ, കൃപ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആത്മീയ പോരാട്ടത്തിൽ തോറ്റുപോകുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും കൃത്യമായി ഈ 5 ജീവിത രീതിയെ പരിശോധിക്കണം. ഓരോന്നും തിരഞ്ഞു പിടിച്ച് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നുപോയി. അപ്പോൾ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. അത് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത് കാരണം ആത്മാവിനെ പരിശോധിക്കുന്നില്ല, വിലയിരുത്തുന്നില്ല, നല്ല തീരുമാനം ഉണ്ടാകുന്നില്ല. ഇതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആത്മാവിൽ ജ്വലിക്കുന്നവരായി ശുശ്രൂഷ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത്. നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമല്ലേ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാ സമൂഹത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.